അതുപോലെ തന്നെ ഇന്റലിജന്റ് ടോർക്ക് അഡോപ്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഐടാക് എന്ന് BYD വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഭവം. നമ്മുടെ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ആവുന്നതനുസരിച്ച് തന്നെ ആ ഒരു ക്യാമറയും റൊട്ടേറ്റ് ആവുന്നുള്ളതാണ്. ടെമ്പറേച്ചർ കൂട്ടാം, ഹൈ ലോ എന്നുള്ള രീതിക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് അതിന്റെ ഫാൻ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാലത്ത് EV ഇൻഡസ്ട്രിയുടെ ഐഡന്റിഫിക്കേഷനായ ടെസ്ലയ്ക്ക് വരെ ബാറ്ററി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി, അതുപോലെ തന്നെ ഫോർച്യൂൺ 500 തുടങ്ങിയ ആ ഒരു ടോപ്പ് കമ്പനികളുടെ ലിസ്റ്റിലുള്ള ഒരു കമ്പനി, ടെലികോം തുടങ്ങി ഒട്ടനവധി അനേകം ബിസിനസ്സുകളുള്ള ഒരു കമ്പനി. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ആഗോളതലത്തിൽ വേൾഡ് EV മാർക്കറ്റിലെ 23% ഷെയർ ഹോൾഡ് ചെയ്യുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ EV വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനി, അതാണ് BYD. ആ BYDയുടെ ഇന്ത്യൻ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ടുള്ള Sea Lion 7ന്റെ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. മൈ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഇന്ന് ഞാനൊരു ഫോണിൽ നോട്ട് പാഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത്രത്തോളം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഒരു 1.5 മണിക്കൂർ വീഡിയോസ് കണ്ടിന്യൂസ് പറഞ്ഞാൽ പോലും തീരാത്ര ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അപ്പം ഈ ഒരു വാഹനം Sea Lion 7ന്റെ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഈ ഒരു മോഡലിന് ആക്ച്വലി 2 വേരിയന്റ് ആണുള്ളത്. അത് ഒന്ന് ഈ കിടക്കുന്ന പ്രീമിയം എന്ന വേരിയന്റും, അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് വേരിയന്റും. അപ്പം രണ്ടിനും സെയിം ബാറ്ററി പാക്ക് തന്നെയാണ് വരുന്നത്. 82.5 kWh ഒരു ബാറ്ററി പാക്ക് രണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ പവർ ഫിഗേഴ്സിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പം ഈ ഒരു വേരിയന്റിൽ വരുന്ന പവർ ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 310 bhp അതുപോലെ 380 Nm, അതായത് 310 bhp 380 Nm ആണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പം ഇതിന്റെ ടോപ്പ് സ്പെക് ആയിട്ടുള്ള പെർഫോമൻസ് എഡിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ആക്ച്വലി 530 bhp 690 Nm പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ട്രെയിൻ ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു വാഹനം ഓൾ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ ഒരു 4.5 സെക്കൻഡ് കൊണ്ട് തന്നെ 0 to 100 അച്ചീവ് ചെയ്യുന്ന ഒരു സ്പെക്കും ഉള്ള വാഹനമാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ. സോ BYDയെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ റീസെന്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഡിസൈൻ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ഡിസൈൻ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിങ് ലാംഗ്വേജ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ റീസെന്റ് ഇറങ്ങിയ സീൽ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലോസ് കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു എയറോ ഡൈനാമിക്സ് ഡിസൈനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം ഡിസൈനിങ് ഇതിൽ തന്നെ വരുന്ന മറ്റൊരു വാഹനമാണ് Sea Lion. അതായത് അവർ പറയുന്ന പോലെ ആ ഒരു ഓഷ്യൻ എസ്തെറ്റിക്സ് ഡിസൈൻ അല്ലെങ്കിൽ ഓഷ്യൻ ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന മറ്റൊരു വാഹനമാണ് ഈ ഒരു Sea Lion 7 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ലീക്ക് ആയിട്ടുള്ള 2 ഹെഡ് ലാമ്പുകൾ, അതിനുള്ളിലുള്ള ആ ഒരു DRL, ആ ഒരു മൾട്ടി പ്രൊജക്ടർ LED സെറ്റപ്പ്, ഇതെല്ലാം ആ സീലിനും കണ്ടാതെ സെയിം ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു ഹെഡ് ലാമ്പിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ Sea Lion എന്ന് പറഞ്ഞൊരു അനിമൽ ഉണ്ട് നമ്മൾ കടലിലുള്ള, അതിന്റെ ആ ഒരു മീശ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു DRL സെറ്റപ്പ് കാണാം. അതുപോലെ ആ ഉള്ളില് മൾട്ടി പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിലൊരു BYD ടെക് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 2 DRL യൂണിറ്റുകൾ ഉള്ളിലും പോകുന്നുണ്ട്. ഒരുപാട് എലമെന്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഓവർ ഡിസൈൻ ചെയ്ത് കുളവാക്കാത്ത രീതിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒരു എയറോ ഡൈനാമിക്സ് ഡിസൈൻ കീപ്പ് ചെയ്തിട്ടാണ് അവർ ഫ്രണ്ട് ഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ മൊഡ്യൂൾ കാണാം. അതുപോലെ തന്നെ താഴെ ഒരു എയർ ഡാം യൂണിറ്റും ഇവിടെ ഒരു എയർ കർട്ടനും അവർ കൊടുത്തിട്ടുണ്ട്. BYD എന്നുള്ള ലോഗോയും നമുക്ക് ഇവിടെ കാണാം. BYDയുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് യുവർ ഡ്രീംസ് എന്നുള്ളതാണ്. ഇത്ര വലിയൊരു കമ്പനി നെയിം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒരു ബമ്പറിൽ ചെറിയ 2 ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളെല്ലാം കാണാം. പല ജർമ്മൻ പെർഫോമൻസ് SUVകളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓവറോൾ ലെങ്ത് 4830 മില്ലിമീറ്ററും ഓവറോൾ വിഡ്ത്ത് 1925 മില്ലിമീറ്ററും ഓവറോൾ ഹൈറ്റ് 1620 മില്ലിമീറ്ററുമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് വരുന്നത് 2930 mm ആണ്, അതായത് മില്ലിമീറ്റർ ആണ്. അപ്പം നമുക്ക് ഈ ഒരു ഡയമെൻഷൻസ് തന്നെ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പമുള്ള ഒരു വാഹനമാണ് എന്നുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 19 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പെർഫോമൻസ് എഡിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനൊരു 20 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു വേരിയന്റിന് അവർ 19 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് കാണാം.
അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വെന്റിലേറ്റഡ് ഡിസ്ക് കൊടുത്തത് വെച്ചാൽ ആക്ച്വലി ഇതൊരു ലക്ഷറി പെർഫോമൻസ് SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കൂളിംഗും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോയ് വീൽസ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പോഴുള്ള നിലവിൽ ഇറങ്ങുന്ന EVകൾക്കെല്ലാം തന്നെ ഒരു EV ഫെഡ് അല്ലെങ്കിൽ EVക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കവേർഡ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഓഷ്യൻ തീമൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മൾട്ടിസ്പോക്ക് അലോയ് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീൽ ആർച്ച് ആയിക്കോട്ടെ, ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു എൻഡിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിട്ടൊന്നുമില്ലാത്ത കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു BYD ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ സെറ്റപ്പ് കാണാം. അതിൽ NFC എന്ന് പറഞ്ഞ ടാഗ് കാണുന്നുണ്ട്. ഈ NFC എന്ന് പറഞ്ഞ ടാഗ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് കീ കൂടാതെ ഒരു NFC കാർഡ് കൂടെ ഉണ്ട്. ആ കാർഡ് വെച്ചും ഈ ഒരു വാഹനം അൺലോക്ക് ചെയ്യാം. ആ ഒരു കാർഡ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അൺലോക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടാഗ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് ബാക്കി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു ഡോർ ഹാൻഡിൽസ് ആക്ച്വലി പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിക്കാണ് അതിൻ്റെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു BYD ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് എന്താ പറയുക ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സൈഡ് പ്രൊഫൈലാണ്. പക്ഷേ ആ ഒരു കൂപ്പേ ഡിസൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് വിസിബിൾ ആവും. സി പില്ലർ ചെരിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള കൂപ്പേ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു 163 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പം സീൽ എന്നൊരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 143 സംതിങ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ത്യൻ റോഡുകൾക്കൊട്ടും സ്യൂട്ടബിൾ അല്ലാത്ത രീതിക്കായിരുന്നു അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നതെങ്കിൽ ഇതിന് അത്യാവശ്യം ആഡിക്കേറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നമുക്ക് ബാക്ക് റോഡ്സിലൂടെയൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സസ്പെൻഷൻ, ഈ ഒരു സെഗ്മെന്റ് കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷൻ യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് BYD കൊടുത്തിരിക്കുന്നത്. ഇതിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ആണ് റിയർ സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെറൈൻ അനുസരിച്ചിട്ട് ആ ഒരു സസ്പെൻഷന്റെ ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡാംബർ സെറ്റപ്പിലുള്ള സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള റോഡിൽ കൂടെ പോയാലും അതനുസരിച്ച് ആ സസ്പെൻഷൻ സെറ്റപ്പ് അഡ്ജസ്റ്റ് ആവുകയും അതനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാനും സാധിക്കും. സോ ഇവിടെയാണ് ഇതിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നത്. സോ ഈ ചാർജിങ് സെറ്റപ്പിൽ നമുക്ക് 11 കിലോവാട്ടിന്റെ ഒരു ഹോം യൂണിറ്റ് ചാർജറും അതിൽ സ്ലോ ചാർജറാണ്, അതുപോലെ തന്നെ 150 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും BYD ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു BYDയുടെ ഒരു ചാർജിങ് ലോഗോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്ലാസിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. എന്നാൽ പോലും ഒരു എക്സ്ട്രാ കോട്ടിങ്, ഒരു ഡബിൾ ഷീൽഡ് കോട്ടിങ് ഇതിന്റെ 4 ഗ്ലാസുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട്, അധികം നോയ്സസ് ഒന്നും എക്സ്റ്റേണൽ നോയ്സസ് ഒന്നും അകത്തേക്ക് വരാതിരിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു റിയർ ഡോറിന്റെ ഗ്ലാസുകൾ, 2 റിയർ ഡോർ ഗ്ലാസുകളും അതുപോലെ ബാക്കിലെ വിൻഷീൽഡും ഒരു എക്സ്ട്രാ ടിൻറ്റ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തിരിക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അകത്തെ ആക്കിയിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് പെട്ടെന്ന് വിസിബിൾ ആവാത്ത രീതിയിൽ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഫീച്ചർ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് പോകാം. റിയർ പ്രൊഫൈലിലേക്ക് പോകുന്ന ഒരു റെയിൻ ഡ്രോപ്പ് ഇൻസൈഡ് ആയിട്ടുള്ള ആ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് പോയാലോ. ഈ റിയർ പ്രൊഫൈൽ ഞാൻ ഇനിയും കൂപ്പേന്ന് എടുത്ത് പറയുന്നില്ല, കാര്യം അത് ഒരുപാട് ആ ഒരു ടൈമിനോട് യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു ചെരിഞ്ഞിറങ്ങുന്ന ആ ഒരു പ്രൊഫൈലിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വിൻഷീൽഡിൽ ആക്ച്വലി വൈപ്പറിന്റെ ആവശ്യമില്ല. അതിന് അത്രത്തോളം ചെരിവുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വൈപ്പർ ഫംഗ്ഷനാലിറ്റിയുടെ ആവശ്യമില്ല. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോയിലറിന്റെ ഇടയിൽ കൂടെ കുറച്ച് 2 സ്ലോട്ട് ഉണ്ട്. ആ ഒരു എയർ ഫ്ലോ കറക്റ്റ് ആക്കാനായിട്ടാണ്. നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ എയറോഡൈനാമിക്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ മനസ്സിലാവും. ആ അവിടെ നിന്ന് വരുന്ന എയർ ഫ്ലോ കറക്റ്റ് ഇതിന്റെ അതിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് അവിടെ ഒരു 2 ഗ്യാപ്പ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്പോയിലർ കാണാം, ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള സ്പോയിലർ കാണാം. പിന്നെ ഇതിൽ ഷാർക്ക് ഫിൻ ആന്റിനോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഈ ഒരു ഗ്ലാസ് ഏരിയയിൽ തന്നെ ഒരു എക്സ്ട്രാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ഒരു ആന്റിന കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തിട്ടില്ല. അത് ഈ ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആ BYDയുടെ ലോഗോ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ബിൽഡ് യുവർ ഡ്രീംസ്. അപ്പോൾ ഇവിടെ BYD C-Line 7 എന്നൊരു ബാഡ്ജിങ് ആണ്. ഈ 7 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഷ്യൻ തീമിൽ വരുന്ന 7ാമത്തെ വാഹനമാണ് ഈ C-Line. അതുകൊണ്ടാണ് അവർ ഒരു 7 എന്ന് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ EV എന്നൊരു ബാഡ്ജിംഗ് ഉണ്ട്. അതുപോലെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു റിയർ സ്പോയിലറും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂട്ടിന്റെ കാര്യം നോക്കിയാലോ. ബൂട്ടിന്റെ കേസിൽ ഇതൊരു ഇലക്ട്രോണിക്കലി കൺട്രോളബിൾ ബൂട്ടാണ്. നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബട്ടൺ ടാപ്പിൽ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ട് തന്നെ ഈ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു ബൂട്ട് സ്പേസിൽ നോക്കുവാണെങ്കിൽ ഏകദേശം 500 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ്, 520 ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ 520 ലിറ്റേഴ്സോളം ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് BYD കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. സീറ്റ് ഫോൾഡ് ചെയ്താൽ ഏകദേശം 1700 ലിറ്ററോളം ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാം. ഇതിന്റെ അണ്ടറിൽ ആക്ച്വലി നമുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പങ്ക്ചർ റിപ്പയർ കിറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ ആ സാധനമില്ല. അപ്പം ഇവിടെ പങ്ക്ചർ റിപ്പയർ കിറ്റ് ഡിഫോൾട്ട് ആണ്. അതിനൊരു സ്പെയർ വീല് വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ള. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബൂട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, സീറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1700ഓളം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1700 ലിറ്ററോളം ബൂട്ട് സ്പേസ് കൂടുതൽ അധികമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളിലേക്ക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ലുക്സ്, അതായത് ഓഷ്യൻ ഡിസൈനിന്ന് BYD അവകാശപ്പെടുന്ന ഓഷ്യൻ എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു എക്സ്റ്റീരിയർ ലുക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയറിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്റീരിയറിൽ ഓരോ എലമെന്റ് ചെക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ നമുക്ക് ഈ പറഞ്ഞ ഓഷ്യൻ ഡിസൈൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേവ്സിന്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ഇന്റീരിയേഴ്സ്. നിങ്ങൾ ഈ ഡോർ പാഡിലേക്ക് നോക്കി, എത്ര മനോഹരമായിട്ടാണ് ഈ കർവ്സും ഈ പറഞ്ഞേക്കുന്ന ഈ കർവ്സും ഒക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഓരോ പോയിന്റും ലെതർ റാപ്ഡാണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായിട്ട് അല്ലാത്തപ്പോഴായിട്ട് ടച്ച് ചെയ്യുന്ന ഓരോ പോയിന്റ്സും അവർ ലെതർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ നോബ് കാണാം. നമ്മൾ ആറ്റോ 3 ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആണെങ്കിൽ ഇതിനും അത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു പുൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മെറ്റാലിക് ഫിനിഷിൽ നമുക്ക് ഒരു മെറ്റാലിക് സ്റ്റീൽ, ഒരു ഡാർക്ക് സ്റ്റീൽ കളറിലൊക്കെ നമുക്ക് ഈ ഒരു പവർ വിൻഡോ സ്വിച്ചസും അതുപോലെ തന്നെ മിറർ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 4 പവർ വിൻഡോയും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ലെങ്കിൽ ലെതർ റാപ്ഡ് ആണ്. ഇവിടെ ഒരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ സിസ്റ്റത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇന്റീരിയർ ഡീറ്റെയിൽസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഡോർ പാഡിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ലക്ഷറി പ്രീമിയം ടൈപ്പ് ഓഫ് എന്താ പറയുക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എവിടെ തൊട്ടാലും ലെതർ റാപ്ഡ് ആൻഡ് ഫീൽസ് മച്ച് പ്രീമിയം. ആൻഡ് ഇനി നമുക്ക് ഇന്റീരിയറിലെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഫുള്ളി ബ്ലാക്ക് തീമിലുള്ള ഒരു ഇന്റീരിയർ ആണ് BYD ഒരു C97 കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അലുമിനിയം ഫിനിഷ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഫുള്ളി ബ്ലാക്ക് കളറാണ്. അത് ലെതർ റാപ്പിംഗ് ഇൻക്ലൂഡിങ് ആ ലെതർ ഉൾപ്പെടെ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 12 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രീമിയം നാപ്പ ലെതർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സീറ്റാണ് ഇവിടെ കമ്പനി ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഈ 12 വേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോ ഡ്രൈവർ സീറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീറ്റ് ആക്ച്വലി ഫുള്ളി വെന്റിലേറ്റഡ് സീറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ബോൾസ്റ്റേഴ്സ് ആണ്, നല്ല സപ്പോർട്ടീവ് ആണ്. അതുപോലെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സ്പോർട്സ് കാറിൽ കാണുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സപ്പോർട്ട് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ അകത്തിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ഷീൽഡ് ആയിട്ടുള്ള ഗ്ലാസിന്റെ ഒരു സൗണ്ട് പ്രൂഫ് മെക്കാനിസം എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും ഒരു ANC ഹെഡ്സെറ്റ് വെക്കുന്ന രീതിക്കാണ് ഇതിന്റെ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറം ലോകത്തെ സൗണ്ടുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കംപ്ലീറ്റ്ലി അത് ആ ഒരു എക്സ്റ്റേണൽ സൗണ്ട്സ് ഡിലീറ്റ് ചെയ്യും. നമ്മളിവിടെ എന്താ പറയുക, ഇതിനുള്ളിലുള്ള ആ ഒരു നോയ്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നോക്കാം. മൊത്തത്തിൽ ഒരു 3 ലെയർ ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പ് ലെയറിൽ ആക്ച്വലി ഒരു ലെതർ കവേർഡ് ആണ് കേട്ടോ. ഈ ഒരു കിടലമായിട്ട് ലെതർ കവർ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡ്. അതിന്റെ താഴെ ഇവിടെ ഒരു ചെറിയ സ്ക്രീൻ പോലുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. അത് ആക്ച്വലി ആംബിയന്റ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ്.
അതുപോലെ ഇവിടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അലുമിനിയം ഫിനിഷ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഒരു അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ താഴത്തെ പോർഷനും ആക്ച്വലി സോഫ്റ്റ് ടച്ച് ആണ്. അപ്പം ഈ ഒരു രണ്ട് ഏരിയയും ലെതർ കവേർഡ് ആണ്. അതുപോലെ തന്നെ താഴെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കൂളാണ്. ഇതിന് ഉള്ളിലൊക്കെ ഒരു അൽക്കൻഡാര ഇതുപോലത്തെ മാറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് പ്രീമിയം ഫീൽ നിലനിർത്തുന്നുണ്ട്. പിന്നെ ഒരു ഇന്റീരിയറിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സ്ക്രീനാണ്. ഒരു 15.6 ഇഞ്ചസിന്റെ ഒരു മാസീവ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ BYD-യിലും പോലെ ഈ സാധനവും 360 റൊട്ടേറ്റബിൾ ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. നല്ല റീഡബിൾ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, അതായത് ഇൻഫോർടൈൻമെന്റിന്റെ തന്നെ ഫീച്ചേഴ്സ് പറയാൻ തന്നെ ഏകദേശം ഒരു 20-25 മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റിൽ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള കൺട്രോൾസ് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ആക്ച്വലി നമുക്ക് എ സിയുടെ കൺട്രോൾ ഫുള്ളി നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാഹനത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഐക്കൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ഒരു ഇത് നമുക്ക് കാണാം. ഒരു 3D രൂപം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം സെൻസേഴ്സ് കാര്യങ്ങൾ ആണുള്ളത്, എവിടെയൊക്കെയാണുള്ളത് എന്നുള്ള ഒരു പോയിന്റ് വൈസ് അത് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എക്സാക്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണാം. അതിന്റെ സെയിം ലൈക്ക് ആ ഇന്റീരിയറും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളും അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐക്കൺസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ക്ലോസ് ഓൾ വിൻഡോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആക്ച്വലി ഓപ്പൺ ഓൾ വിൻഡോസ് ഉണ്ട്, ക്ലോസ് ഓൾ വിൻഡോസ് ഉണ്ട്, റിയർ വ്യൂ മിററിന്റെ സെറ്റിംഗ് ഉണ്ട്, ചൈൽഡ് ലോക്ക് നമുക്ക് ഇവിടുന്ന് അൺലോക്കും ലോക്കും ആക്കാം. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിന്റെ സെറ്റപ്പ് ഉണ്ട്, സീറ്റ് വെന്റിലേഷന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് കൺട്രോൾ ചെയ്യാം, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആക്ച്വലി കോ ഡ്രൈവറിന്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവമൊക്കെ ലൈക്ക് ഓപ്പൺ ഓൾ വിൻഡോസ് ഉള്ളത് 4 പവർ വിൻഡോ ഈ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലോസ് ഓൾ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 വിൻഡോസും ഒറ്റയടിക്ക് തന്നെ അപ്പ് ആവുകയും ചെയ്യും. അതൊക്കെ ഒരു ബ്രില്യൻ ഫീച്ചർ ആണ്. ലൈക്ക് വേറെ ഒരു ഫിസിക്കൽ ബട്ടൺ ടച്ചോട് കൂടാതെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ ലോക്സിന്റെ കാര്യങ്ങൾ, ട്രങ്കിന്റെ കേസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ളൊരു ബ്രില്യൻ ഫീച്ചർ എന്ന് എനിക്ക് തോന്നിയത് ഈ AC-യുടെ ബട്ടൺ ഒക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ഒഴിവാക്കി കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു ഫിസിക്കൽ ഡ്രൈവർക്കാണല്ലോ ഈ ഒരു ഫിസിക്കൽ ബട്ടൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതിന് BYD ഇതിലൊരു സംഭവം കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു 3 ഫിംഗറിന്റെ ഒരു ഗസ്റ്റർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി താഴേക്ക് വേണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂട്ടാം, ഹൈ ലോ എന്നുള്ള രീതിക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് അതിന്റെ ഫാൻ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ലോക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലോ കൂളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ഈ ഗസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി അതിന്റെ ഫാൻ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രത്തോളം കൺട്രോൾസ് ഉള്ള, അല്ലെങ്കിൽ പിന്നെ ഇനി ഇതിന്റെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതിന്റെ ഒന്നും കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ എന്തായാലും ഇതിൽ ഉണ്ടാവുമല്ലോ. എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടെ ആക്ച്വലി ഒരു 10.25 ഇഞ്ചിന്റെ ഒരു MID കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഡ്രൈവർക്ക് വേണ്ട സകലമാന കാര്യങ്ങളും ഈ ഒരു MID-യിൽ കാണാം. സ്പീഡ്, അതുപോലെ നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ ചാർജ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ബാക്കി സെക്യൂരിറ്റി വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, റേഞ്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ തന്നെ ഇതിൽ 95% ചാർജ് ഉള്ളപ്പോൾ 527 കിലോമീറ്റേഴ്സ് ആണ് ഇതിൽ റേഞ്ച് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ബ്രേക്സ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിജിറ്റൽ MID-യിൽ നമുക്ക് വിസിബിൾ ആണ്. ആൻഡ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലായിട്ട് ഈ ഒരു പില്ലറിന് തിക്നെസ് കാര്യങ്ങളൊന്നും ഒട്ടും ഇല്ല. ആക്ച്വലി ഭയങ്കര വിസിബിലിറ്റി ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു ബോണറ്റ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് പോർഷൻ ഉണ്ട്. ഈ വഴിക്ക് നമുക്ക് ആ ഒരു പില്ലറിന്റെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വിസിബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സീറ്റിംഗ് പൊസിഷനിലും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു BYD C-Line 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് ഒരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വന്നിരിക്കുന്നത്. 2 ഏരിയയിൽ 2ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വന്നിരിക്കുന്നത്. അതിന്റെ AC വെന്റ് ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഈ നടുക്ക് നമുക്ക് ആക്ച്വലി 2 AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള 2 AC വെന്റ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ലെതർ കവേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ആ ഒരു BYD എന്നുള്ളൊരു ലോഗോ കാണാം. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആക്ച്വലി ADAS റിലേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ലൈൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള സേഫ്റ്റി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ADASനെ കുറിച്ചൊക്കെ നമുക്ക് സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ പറയാം.
അതുപോലെ തന്നെ വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ, കോൾ, ടെലിഫോണി കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റീൽ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റീൽ ഫിനിഷ്, ഇവിടെ അലുമിനിയം ഫിനിഷിലൊക്കെ, അതായത് മൾട്ടി എലമെന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയുക, വൈപ്പർ കൺട്രോൾസും അതുപോലെ ഓട്ടോ ഹെഡ് ലാംപ്സ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ ബാക്കി വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ രണ്ട് സൈഡിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ മറ്റു വാഹനങ്ങളിൽ നമ്മൾ ഒരുപാട് ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിട്ടൊരു സെൻട്രൽ കൺസോൾ ആണ് കാണുന്നതെങ്കിൽ ഇതിന്റെ ഭൂരിഭാഗവും കയ്യേറിയിരിക്കുന്നത് ഒരു വയർലെസ് ചാർജിങ് പാഡാണ്. 50 വാട്ടിന്റെ ഒരു മാസീവ് ആയിട്ടുള്ള വയർലെസ് ചാർജിങ് പാഡാണ് BYD കൊടുത്തിരിക്കുന്നത്. അതോടുകൂടെ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കൂളിംഗ് ആയിട്ടുള്ള ഫോൺ യൂസ്വലി നമ്മൾ വയർലെസ് ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവും, അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു കൂളിംഗ് വെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ AC യോട് ചേർന്നാണ് ഈ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആക്ച്വലി ആ ഒരു ഓവർ ഹീറ്റ് എന്നുള്ള പ്രശ്നം ഒഴിവാക്കാം. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു കൂളിംഗ് വെന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലാണ് ആക്ച്വലി ഇതിന്റെ ട്രാൻസ്മിഷൻ, ആ ഒരു ക്രിസ്റ്റൽ ട്രാൻസ്മിഷൻ നോബ് കാണാം. ഇത് ആക്ച്വലി വോൾവോയുടെ ഒക്കെ ഒരുപാട് ഹൈ എൻഡ് കാറുകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു നോബാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ നോബാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ ഡ്രൈവർ, ന്യൂട്രൽ, റിവേഴ്സ്, അതിന്റെയൊക്കെ ആ ഒരു ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഓട്ടോ പാർക്കിങ്ങും അതുപോലെ തന്നെ വോളിയം ഇൻക്രീസ്, അതുപോലെ തന്നെ പാർക്ക് ബ്രേക്ക്, ഡ്രൈവ് മോഡ്സ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അങ്ങനെയുള്ള ബേസിക്കലി ഒരു ഡ്രൈവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ഏറ്റവും കൂടുതൽ വേണ്ട കുറച്ച് ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AC-യുടെ ആ ഒരു അല്ലെങ്കിൽ സീറ്റ് വെന്റിലേഷന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം വേണ്ട ഫംഗ്ഷൻസിന്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ഫംഗ്ഷനാലിറ്റിയുടെ ബട്ടൺസ് മാത്രമേ ഈ ഒരു സെൻട്രൽ കൺസോളിൽ അവർ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ഈ ഒരു കപ്പ് ഹോൾഡർ. ഈ ഒരു കപ്പ് ഹോൾഡർ ആക്ച്വലി ഇത്ര ഡെപ്ത് ഉള്ളെങ്കിൽ പോലും നമുക്ക് ഇതൊരു കുറച്ചുകൂടി ഡെപ്ത്, അതായത് വലിയൊരു ബോട്ടിൽ വെക്കണമെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയിട്ട് ഒരു ബട്ടണിലേക്ക്, ഇപ്പം എത്രത്തോളം നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ബട്ടണിലേക്ക് ഇത്രയും നമുക്ക് താത്തി വെക്കാം. അത് കഴിഞ്ഞ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഉയർന്ന് പഴയ ഒരു പൊസിഷനിലേക്ക് വരികയും ചെയ്യും. മൊത്തത്തിലൊരു എന്താ പറയുക, ക്ലെവർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിന്റെ അണ്ടറിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പവർ സോക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോണോ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മറ്റേ നമ്മുടെ അൽക്കണ്ടറ ലെതറിന്റെ കൂട്ടൊരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിലുണ്ട്. ഇതിലെല്ലാം അത്യാവശ്യം ഒരു മാറ്റ് കളർ മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഒരു ലക്ഷറി ഫീൽ ഇൻക്രീസ് ചെയ്യാനായിട്ട്. സോ ഇത്രത്തോളമാണ് ഈ ഒരു കൺസോളിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഓട്ടോ IRV, ഇതൊക്കെ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വാഹനത്തെ അപമാനിക്കില്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു IRVയും അതുപോലെ തന്നെ ആ ഒരു LED ലാമ്പുകൾ, ആൻഡ് ഇവിടെ ഒരു ആക്ച്വലി ഒരു മൂൺ റൂഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലാസ് റൂഫ് എന്ന് പറയാം. കംപ്ലീറ്റ്ലി ഗ്ലാസ് റൂഫാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഇലക്ട്രിക് കർട്ടണും കൊടുത്തിട്ടുണ്ട്. വളരെ മാസീവ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഗ്ലാസ് റൂഫാണ്. നമുക്ക് വിസിബിലിറ്റി ലൈക്ക് എയറി ഫീൽ കൂട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനം ഉണ്ട്. വാഹനത്തിൽ ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്ട് കാര്യങ്ങളൊന്നും വരത്തില്ല. അത്രത്തോളം എയറി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഈ ഒരു വാഹനത്തിനുള്ളിൽ ഈ ഒരു സിംഗിൾ സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രത്തോളം വലിയൊരു ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇലക്ട്രിക്കലി തന്നെ ആ ഒരു ഇലക്ട്രിക് കർട്ടൻ വെച്ച് ക്ലോസ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല. സേഫ്റ്റി വൈസ് ഈ ഒരു വാഹനം ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് മുന്നിലാണ്. കാര്യം ലെവൽ 2 അഡാസ് എക്യുപ്പൈഡ് ആണ്. അതുപോലെ 11 എയർ ബാഗുകളുണ്ട്. ABS CVD പോലുള്ള അങ്ങനെയുള്ള ബ്രേക്കിംഗ് റിലേറ്റഡുള്ള എല്ലാ സാങ്കേതിക പരമായിട്ടുള്ള കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റലിജന്റ് ടോർക്ക് അഡോപ്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഐടാക് എന്ന് BYD വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഭവം സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ നമ്മൾ ഒന്ന് പുഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം മസീവ് ടോർക്കാണ് വീലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഇന്റലിജന്റ് ടോർക്ക് അഡോപ്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെൻസർ കാണുന്നത്. ഇതിന് ഡ്രൈവർ ഫാറ്റിക് മോണിറ്റർ എന്നാണ് പറയുന്നത്. ഈ സംഭവം വെച്ചിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറിന് ചെറിയ ക്ഷീണോ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ ശ്രദ്ധ ആ ഒരു റോഡിൽ നിന്ന് മാറുമോ, അല്ലെങ്കിൽ നമ്മൾ കോ ഡ്രൈവറോട് ചെറുതായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ പോലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്ന അത്തരത്തിലുള്ള സിസ്റ്റം. അങ്ങനെ ഒരുപാട് സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു സോളിഡ് കാറാണ് ഒരു BYD Celead 7. അതുപോലെ തന്നെ നമ്മൾ പല 360 ഡിഗ്രി ക്യാമറ വ്യൂസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ വ്യൂസ് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മൾ ഈ ഒരു വാഹനത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ 360 ഡിഗ്രി വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഒരു ആഡഡ് ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ആവുന്നതനുസരിച്ച് തന്നെ ആ ഒരു ക്യാമറയും റൊട്ടേറ്റ് ആവുന്നുള്ളതാണ്.
നമ്മൾ എങ്ങോട്ടാണോ സ്റ്റിയറിംഗ് തിരിക്കുന്നത് അങ്ങോട്ട് ആ ക്യാമറയും റൊട്ടേറ്റ് ആവും. ബ്രില്യന്റ് ഐഡിയ അല്ലേ? സാധാരണ EV വാഹനങ്ങളിൽ, ഇലക്ട്രിക് വാഹനം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോർ ആക്ച്വലി ഇവിടെ ആ ഒരു ട്രാൻസ്മിഷൻ ടണലോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഫ്ലോർ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഫ്ലോർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തൈ സപ്പോർട്ട് കുറെ അധികം മിസ് ചെയ്യും. പക്ഷെ ഈ ഒരു വാഹനത്തിന് ആക്ച്വലി അത്തരത്തിലൊരു പ്രശ്നമില്ല. കാരണം വളരെ നീണ്ട അല്ലെങ്കിൽ വളരെ അധികം ലെഗ് സ്പേസ് ഉള്ള ഒരു വാഹനം. അപ്പൊ ഞാൻ അത്യാവശ്യം ഇറക്കിയാണ് ഈ ഒരു സീറ്റ് ബാക്കിലിട്ട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് നല്ല രീതിയിൽ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം തൈ സപ്പോർട്ട് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ആക്ച്വലി നമുക്ക് കുറച്ച് ബാക്കിലേക്ക് സ്ലാൻഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം മാക്സിമം ഇതിൽ സ്ലാൻഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കണമെങ്കിൽ ഫ്രണ്ടിലായിട്ട് കുറച്ചുകൂടെ ആക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കംഫർട്ടാണ് ഈ ഒരു റിയർ സീറ്റിൽ ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ പുറകിലായിട്ട് ഒരു റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ്, അത് വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. കാര്യം ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ചാർജിങ് സോക്കറ്റ് പുറത്തേക്ക് വരുള്ളൂ. ഒരു C ടൈപ്പ് A ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസസ് കാണാം. ഈ ഒരു ഡോർ പാഡിലും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ ഡോർ പാഡിന്റെ കാര്യം ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷിംഗ് കാര്യങ്ങളും അതുപോലെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇൻഫോർടൈൻമെന്റ് സമയത്ത് സംസാരിക്കാൻ വിട്ടുപോയതാണ്. കാരണം 10-20 എത്രയോളം കളറുള്ള ആംബിയൻ ലൈറ്റിംഗ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈന ഓഡിയോയുടെ ഒരു 12 സ്പീക്കർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഓഡിയോ സിസ്റ്റമാണ്. നമുക്കൊരു സോങ് വെച്ച് കേട്ട് നമുക്ക് ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് എക്സ്റ്റേണൽ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി വേറൊരു വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാറാണ് BYD C-Line 7 എന്ന് പറയുന്നത്. അപ്പം തൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഓപ്പൺ ആക്കാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അതുപോലെ വെക്കാം. അതുപോലെ തന്നെ ഒരു 3 പേർക്കുള്ള ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ആകെ ചെറിയ അത്രത്തോളം ഇതിന്റെ റിയർ സീറ്റ് കംഫർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ആകെ തോന്നിയ ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു റിയർ വ്യൂ, അതായത് ആ ഗ്ലാസ്സിലൂടെയുള്ള റിയർ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ ആക്ച്വലി ഈ ഒരു വാഹനത്തിന് അത്തരത്തിലുള്ള റിയർ വ്യൂ നമുക്ക് ഗ്ലാസ്സിലൂടെ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാര്യം 360 ഡിഗ്രി ക്യാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സകല സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ സ്പെസിഫിക്കേഷൻസ് നമുക്ക് പറയാനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കിഷ് തീമിൽ കൊടുത്തിരിക്കുന്ന അടിപൊളി ഇന്റീരിയർ ആണ്. നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലായിടത്തും ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, മാസീവ് ആയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. അടിപൊളി ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിന് BYD കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു BYD C-Line 7 വിശേഷങ്ങളെല്ലാം നമ്മൾ അടുത്ത് കണ്ടു. അപ്പം ഈ ഒരു പ്രീമിയം വേരിയന്റിന്റെ റേഞ്ച് വരുന്നത് 567 കിലോമീറ്റർ ആണ് ഒരു സിംഗിൾ ചാർജ് വരുന്നത്. അപ്പോൾ അതിന്റെ 150 kW ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 24 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് 0 to 80% ചാർജ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ തന്നെ ഒരു പെർഫോമൻസ് വേരിയന്റ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിന് 542 കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത്. തീർച്ചയായും ആ ഒരു പെർഫോമൻസ് വേരിയന്റ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തന്നെ ആക്ച്വലി ഒരു 7 സെക്കൻഡിനുള്ളിൽ 0 to 100 കയറും. അപ്പോൾ ആ വാഹനം 4.5 സെക്കൻഡിനുള്ളിലാണ് 0 to 100 കയറുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് ഒരു അൾട്രാ ഫാസ്റ്റ് ലക്ഷറി SUV ആണ്, അത് EV ആണ് നോക്കുന്നതെങ്കിൽ അവർക്കുള്ളതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് വേരിയന്റ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അടുത്ത് കണ്ടു. വാഹനത്തെ പറ്റി അതുപോലെ തന്നെ ഈ ഒരു റിവ്യൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ കമന്റ്സ് കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം.